നമസ്കാരം. ഇന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിൽ വലിയ അനീതിയും അക്രമവും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ തന്നെ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചോദ്യം വച്ചിരിക്കുകയാണ്. ഈ 140 കോടി ജനങ്ങൾ നിങ്ങൾ ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ അടിമയാണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ്. അത് നിങ്ങളുടെയും എന്റെയും ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നുമാണ്. നമ്മുടെ വാഹനങ്ങൾ നിത്യം കീറി നശിക്കുന്ന, തുരുമ്പെടുത്ത് നശിക്കുന്ന ഒരു ഇന്ധനം E20 പെട്രോൾ. E20 മോശമെന്നല്ല പറയുന്നത്, പക്ഷെ നിലവിൽ നമ്മുടെ വാഹനങ്ങൾക്ക്, ഇവിടെ ഇറക്കിയിട്ടുള്ള വാഹനങ്ങൾക്ക് അത് യോജിച്ചതല്ല. പ്രത്യേകിച്ച് 2013 വരെയുള്ള ആ ഒരു 13-14 വരെയുള്ള വാഹനങ്ങൾക്ക് യോജിച്ചല്ല. നമ്മൾ സാധാരണക്കാരാണ്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ മിക്കവാറും ആ വാഹനങ്ങൾ തന്നെ പുതുക്കി ഉപയോഗിച്ചു വരികയാണ്. അതിലൊന്നും നമുക്ക് ഈ വാഹനം ഉപയോഗിക്കാൻ പറ്റില്ല. ഈ അടുത്ത കാലത്ത് ഒരു വാഹനം, ഒരു സ്കൂട്ടർ എടുത്തിട്ട് 15,000 കിലോമീറ്റർ എത്തിയപ്പോഴേക്കും ടാങ്ക് തുരുമ്പിച്ചു പോയ ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. അതായത് നമ്മുടെ വാഹനത്തെ മുഴുവൻ കേടുവരുത്തുന്ന E20 പെട്രോൾ, 20% എത്തനോൾ കലർത്തിയിട്ടുള്ള ഈ മിശ്രിതം നമ്മുടെ എല്ലാ വാഹനങ്ങളുടെ എഞ്ചിനെയും അതുപോലെ ഫ്യൂൽ സിസ്റ്റത്തെയും അതിന്റെ റബ്ബർ ഭാഗങ്ങളെയും ഒക്കെ ക്രമേണ നശിപ്പിക്കുന്നു എന്നത് സത്യമാണ്. എങ്ങനെ നിഷേധിച്ചിട്ടും കാര്യമില്ല. ഇതൊരു യാദൃശ്യമൊന്നുമല്ല, മറിച്ച് വലിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ് എന്ന് കരുതേണ്ടി വരും. സർക്കാർ ആകട്ടെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജനങ്ങളെ മനഃപൂർവ്വം വഞ്ചിക്കുകയാണ്. നമ്മൾ ഇന്ന് പുറത്തു വന്ന മറ്റൊരു വാർത്ത നോക്കണം. ഭൂട്ടാൻ എന്ന ഒരു ചെറിയ ഒരു രാജ്യം, ഒരു മലയോര രാജ്യം, അവിടേക്ക് E20 പെട്രോൾ കയറ്റി വയ്ക്കാൻ നോക്കി നമ്മുടെ സർക്കാർ, E20. എന്നാൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ സാധനം വേണ്ട, ഇങ്ങോട്ട് വിടണ്ട. കാര്യം മറ്റു രാജ്യങ്ങൾ, അവർക്ക് വേണ്ടത് പെട്രോളാണ്. മായങ്ങളിറന്ന മിശ്രിതം അവർക്ക് ആവശ്യമില്ല. കാരണം അവരുടെ മുന്നിൽ അവരുടെ നേതൃത്വം വളരെ ഉത്തരവാദിത്വപൂർണ്ണമായിട്ട് തീരുമാനമെടുത്തിട്ടുള്ളത്. അവിടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടുത്തെ ഭരണകൂടം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭൂപ്രകൃതി മലയോര മേഖലയാണ്, നമ്മുടെ വാഹനങ്ങളിൽ പലതും പഴയ മോഡലുകളാണ്, നമ്മുടെ പെട്രോൾ സംഭരണ ടാങ്കുകളും പമ്പുകളും എല്ലാം ഉയർന്ന എത്തനോൾ മിശ്രിതത്തിന് ഒരു കാരണവശാലും അനുയോജ്യമല്ല. ഇത് ഉപയോഗിച്ചാൽ ജനങ്ങളുടെ വാഹനങ്ങൾ അതിവേഗം കേടാവും, എഞ്ചിൻ പ്രശ്നങ്ങൾ ഉണ്ടാകും, റിപ്പയർ ചെലവ് വർദ്ധിക്കും, അതോടുകൂടി അവരുടെ ജീവിതം ആകെ ദുരിതപൂർണ്ണമാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സാധനം ഇങ്ങോട്ട് വേണ്ട, ഞങ്ങൾ കയറ്റുമതി ഇങ്ങോട്ട് ഇറക്കി വിടുന്നില്ല, ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ തന്നില്ലേലും വേണ്ടുമല്ല, ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന്. അതായത് നമ്മുടെ ജനങ്ങളുടെ സുരക്ഷയും ക്ഷേമവുമാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന എന്നാണ് ഭൂട്ടാൻ ജനങ്ങളെ ബോധിപ്പിക്കുന്നതും ഇന്ത്യൻ സർക്കാരിനോട് കയറ്റി എണ്ണ കയറ്റി അയക്കാൻ നോക്കിയ കമ്പനികളോടും ഒക്കെ ഭൂട്ടാൻ പറഞ്ഞത്, സർക്കാർ പറയുന്നത്. അവരുടെ നേതാക്കൾ ലാഭത്തിനോ രാഷ്ട്രീയ സമ്മർദ്ദത്തിനോ അന്താരാഷ്ട്ര സ്വാധീനങ്ങൾക്കോ വഴങ്ങാതെ ഒരു ജനകേന്ദ്രിതമായ ഒരു തീരുമാനമെടുത്തു എന്ന് വേണം നമുക്ക് പറയാൻ. ഒരു ചെറിയ രാജ്യം പോലും തങ്ങളുടെ രാജ്യത്തിന്റെ ജനങ്ങളുടെ ദീർഘകാല ക്ഷേമത്തിന് മുൻഗണന നൽകിയപ്പോൾ നമ്മുടെ ഈ വലിയ ജനാധിപത്യ രാജ്യത്തിൽ, ഈ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മുടെ സർക്കാർ ഈ ഇന്ധനം രാജ്യത്ത് നിർബന്ധമാക്കുകയാണ്. ഇനി അതല്ല, E20 പെട്രോൾ ഉണ്ട്, സാധാരണ പെട്രോൾ ഉണ്ട്, ഏത് വേണം എന്ന് ചോദിക്കാം. പക്ഷേ സാധാരണ പെട്രോൾ വിതരണം നിർത്തി. ഇനി E20 പെട്രോൾ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി എന്നാണ്, വേറെ സാധനം കിട്ടില്ല. അതായത് ഒരു ഓപ്ഷൻ ഇല്ല നമ്മുടെ ജനങ്ങൾക്ക്. സർക്കാർ എന്ത് അടിമത്തമാണോ ജനങ്ങളിലേക്ക് അടിച്ചു വെപ്പിക്കുന്നത് അത് അതേപടി അനുഭവിക്കല്ലാതെ യാതൊരു മാർഗവുമില്ല. നമ്മുടെ സർക്കാർ ഈ ഇന്ധനം രാജ്യത്ത് നിർബന്ധമാക്കുകയും ജനങ്ങളുടെ പ്രതിഷേധം വകവയ്ക്കാതെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൂട്ടാൻ ജനങ്ങൾ കൂടെ നിന്നപ്പോൾ നമ്മുടെ സർക്കാർ ജനങ്ങളെ അടിമകളാക്കി കാണാണ്, കൊള്ളയടിക്കുകയാണ്. സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, വസ്തുതകൾ നമ്മുടെ കൺമുന്നിലുണ്ട്. E20 പെട്രോൾ ഉപയോഗിച്ചിട്ട് തുടങ്ങിയ ശേഷം വാഹനങ്ങൾ കേടാവുന്നത് ഒരു നിത്യ വാർത്തയായി മാറിയിരിക്കുന്നുണ്ട്. മൈലേജ് 5 മുതൽ 15% വരെ കുറയുന്നുമുണ്ട്. എഞ്ചിൻ നോക്ക് ചെയ്യുന്നുണ്ട്, ഫ്യൂൽ പമ്പ് കേടുവരുന്നുണ്ട്, അതുപോലെ റബ്ബർ ഹോസുകൾ, സീലുകളൊക്കെ വിണ്ടുകീറി പൊട്ടുന്നുണ്ട്, തുരുമ്പ് പിടിക്കുന്നുണ്ട്, കാർബറേറ്റർ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, റഫ് ഹൈഡ്ലിംഗ് വരുന്നുണ്ട്, അതുപോലെ ഹാർഡ് സ്റ്റാർട്ട് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ സാധാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ച് 2013 മുമ്പുള്ള BS6 ഫേസ് 1 മോഡലുകളിൽ ഇത് കൂടുതൽ ഈ പ്രശ്നങ്ങൾ രൂക്ഷമാണ്. ഇതൊരു യാദൃശ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. എത്തനോൾ ഒരു ശക്തമായ ഒരു സോൾവെന്റ് ആണ്. അത് അന്തരീക്ഷത്തിലെ ഈർപ്പം അതിവേഗത്തിൽ വലിച്ചെടുക്കുന്ന ഒന്നാണ്. ഈ ഈർപ്പം റബ്ബർ ഭാഗങ്ങളെ നശിപ്പിക്കുന്നുണ്ട്, ഫ്യൂൽ സിസ്റ്റത്തിലെ ലൂബ്രിസിറ്റി കുറയ്ക്കുന്നുണ്ട്, ഇഞ്ചക്ടറുകൾ ക്ലോഗ് ആകുന്നുണ്ട്, എഞ്ചിൻ ഓയിലിന് ഡൈല്യൂഷൻ സംഭവിക്കുന്നുണ്ട്, പിസ്റ്റൾ റിങ്ങുകൾ, സിലിണ്ടർ വാളുകൾ ഒക്കെ വേഗത്തിൽ തേഞ്ഞു തീരുന്നുണ്ട്. അതായത് ഒരല്പം ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കിയാൽ എഞ്ചിൻ ഓവറോൾ വരെ ആവശ്യമായി വന്നേക്കാം എന്നതാണ് നിലവിലെ അവസ്ഥ. ഇതൊരു സാധാരണക്കാരായ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റൂ. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വരുത്തി വയ്ക്കുന്നത്. RI തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ 10 വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുന്നത് റബ്ബർ ഭാഗങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന്, അവ മാറ്റേണ്ടി വരുമെന്നും. ഇത് ശാസ്ത്രീയ വസ്തുതയാണ്. എന്നിട്ടും സർക്കാർ പറയുന്നത് ഒരു വാഹനവും കേടായിട്ടില്ല.
എല്ലാം ടെസ്റ്റ് ചെയ്തതാണ്, ഒരു പ്രശ്നമില്ലെന്ന്. അതിന് വേണ്ടിയിട്ട് വാഹന നിർമ്മാതാക്കളെ മറ്റുള്ളവരെയൊക്കെ ഇരുത്തി അങ്ങോട്ട് ഇന്ന് പറയാണ്. ഇനി കോടതിയിലേക്ക് ആരെങ്കിലും കേസ് പോയി കഴിഞ്ഞാൽ വാഹന നിർമ്മാതാക്കൾ തന്നെ പറയുന്നു ഇത് ഉപയോഗിക്കുന്ന ജനങ്ങൾ പച്ചക്കള്ളമാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇവിടെ പച്ചക്കള്ളം പറയുന്നത് സർക്കാരാണ്. ജനങ്ങൾ നേരിടുന്ന യാഥാർത്ഥ്യത്തെ അവഗണിച്ചുകൊണ്ടുള്ള പച്ചക്കള്ളം തന്നെയാണ് പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ഫീൽഡ് ഡാറ്റ, മെക്കാനിക്സിന്റെ റിപ്പോർട്ടുകൾ, ഉടമകളുടെ അനുഭവങ്ങൾ, ഇതൊക്കെ വ്യത്യസ്തമാണ്. അവർ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. ഈ സർക്കാർ പറയുന്നത് പോലെ എല്ലാം നല്ലതാണെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയാണ് എന്ന് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ. ഭൂട്ടാൻ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിന്റെ ഒരു ജില്ലയുടെ മാത്രം വലിപ്പമുള്ള രാജ്യം, അവരുടെ ജനങ്ങളെ ആ സർക്കാർ സംരക്ഷിച്ചപ്പോൾ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലെ സർക്കാർ ലാഭത്തിന് വേണ്ടി ജനങ്ങളെ ത്യജിക്കുകയാണ്, കൊള്ളയടിക്കുകയാണ്. അല്ലെങ്കിൽ കൊള്ളയടിക്കാൻ വേണ്ടി കമ്പനികൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, കച്ചകെട്ടി ഇറക്കുകയാണ്. ഇതൊരു വലിയ കച്ചവടമാണ്. എത്തനോൾ ഉൽപാദകരായിട്ടുള്ള ഷുഗർ മില്ലുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ താല്പര്യക്കാർക്ക് അതിലൂടെ അവർക്ക് കോടികൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളി മാത്രമാണിത്. ജനങ്ങൾ ഒരു പെട്രോൾ വില കൊടുത്തിട്ട് 20% കുറഞ്ഞ എനർജിയുള്ള ഇന്ധനം വാങ്ങാൻ നിർബന്ധിതരാകുന്നു എന്നതാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ വണ്ടി കേടുവരില്ല, വേറെ യാതൊരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ആ പണമല്ലേ നഷ്ടമെന്ന് കരുതാം. പക്ഷെ വണ്ടി തന്നെ കേടുവന്ന് പോകുകയാണ്. ഇവിടെ വണ്ടിക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ വാഹന കച്ചവടം, അതുപോലെ പാർട്സ് കച്ചവടം, ഇതൊക്കെ അതായത് ജനങ്ങളെ ഏത് വിധനെയും കൊല്ലുക, അവന്റെ പൈസ പിടിച്ചു പറിച്ചിട്ട് കൊള്ളയടിക്കുക. അതിനു വേണ്ടിയിട്ട് ഒരു സർക്കാർ സംവിധാനം തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കാതിരിക്കുക? ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭരണം നടത്തേണ്ടതല്ലേ? ജനപ്രതിനിധികൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടവരല്ലേ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? ജനപ്രതിഷേധം വകവയ്ക്കാതെ, ജനങ്ങളുടെ അഭിപ്രായം നോക്കാതെ, സോഷ്യൽ മീഡിയയിൽ വരുന്ന യഥാർത്ഥ അനുഭവങ്ങൾ പോലും അവഗണിച്ച്, കാരണം അവർക്ക് അവിടെ പറയാൻ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയയിൽ എന്ന് പറയാനല്ലേ ഈ സാധാരണ ജനങ്ങൾക്ക് പറ്റൂ. പാർലമെന്റിൽ ചെന്നിരുന്നിട്ട് ഇതിനെ വാഗ്വാദം ബാധിക്കാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് പറ്റില്ലല്ലോ. ഈ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ള പ്രതിനിധികൾ അവിടെ അത് സംസാരിക്കുന്നുമില്ല. അതായത് ഒരു ഫേക്ക് ന്യൂസ് എന്ന് മുദ്ര കുത്തിയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഫേസ്ബുക്കിലെ അല്ലെങ്കിൽ യൂട്യൂബിലെയൊക്കെ വാർത്തകൾ വെറും ഫേക്ക് ന്യൂസ് ആണ് അത്രേ. സുപ്രീം കോടതി വരെ കാര്യങ്ങൾ എത്തിയിട്ടും ഒരു ഫലമില്ലാത്തൊരവസ്ഥയാണ് ഇന്നത്തെ അവസ്ഥ. കാര്യം ഇവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെ കോടതി കേൾക്കുള്ളൂ. ഇവർ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കോടതികൾക്ക് വേണ്ടതെന്ന് പറയുന്നത് അതിന്റെ രേഖകളാണ്, തെളിവുകളാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഉത്തരവ് പറയുന്നത്. ഈ 145 കോടി ജനങ്ങളുടെ വാക്ക് കോടതിയിൽ പോലും അതുകൊണ്ട് വിലപ്പോവെന്ന് കരുതേണ്ടതില്ല എന്നതാണ് ഇന്നത്തെ ഒരവസ്ഥ. ഇത് ജനാധിപത്യത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണ്. ജനങ്ങളെ അടിമകളായി കാണുന്ന ഒരു ഭരണരീതിയാണ്. നമ്മൾ ചിന്തിച്ചേ പറ്റൂ. നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് പണം മുടക്കി വാങ്ങിയിട്ടുള്ള ഒരു വാഹനം വാങ്ങിയിട്ട് ഫാക്ടറി ക്ലെയിം ചെയ്തതുപോലെ അത് E20 യോഗ്യമാണെന്ന് വിശ്വസിപ്പിച്ചിട്ട്, എന്നാൽ ഇപ്പോൾ അത് കേടാവുമ്പോൾ സർവീസ് സെന്ററുകൾ പറയും ഇത് നോർമൽ വെയർ ആൻഡ് ഇയർ ആണ്. അതായത് അവർ വാറണ്ടിയൊക്കെ ഒഴിവാക്കി അധിക ചെലവ് നമ്മൾ മാത്രം വഹിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. ഇതിന്റെ ലാഭം മുഴുവൻ സർക്കാരിന്റെയും വലിയ ലോബികളുടെയും പോക്കറ്റിലേക്ക് പോവുകയും ചെയ്യും. ഇത് ന്യായമാണോ? ഇതാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? നമ്മുടെ ആവശ്യം തികച്ചും ന്യായവുമാണ്, അത് വ്യക്തവുമാണ്. E20 എന്നല്ല, മായം കലർന്ന പെട്രോൾ നിർബന്ധമാക്കുന്നത് നിർത്തുക. പകരം ശുദ്ധമായ പെട്രോൾ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ജനങ്ങൾക്ക് നൽകുക. E20 വേണമെന്നുള്ളവർ അവിടെ എടുത്തോട്ടെ, അതിന് പറ്റുന്ന വാഹനങ്ങൾ അതെടുത്തോട്ടെ, ഒരു വിഷയമല്ല. പക്ഷേ അതല്ലാത്തവർക്കും ഇവിടെ ജീവിക്കണം. ഇവിടെ E20കാർ മാത്രം ജീവിച്ചാൽ മതി എന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് പറയാനുള്ളത്. കേടായ വാഹനങ്ങൾക്ക് പൂർണ്ണ നഷ്ടപരിഹാരം നൽകുകയും മൈലേജ് നഷ്ടത്തിന് ആനുപാതികമായിട്ട് ഇന്ധനത്തിന്റെ വില കുറയ്ക്കുകയും ചെയ്യണം. ഇതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഒരു സ്വതന്ത്ര ശാസ്ത്രീയ പഠനം നടത്തി യഥാർത്ഥ ഫലങ്ങൾ പുറത്തുവിടണം. കോർപ്പറേറ്റ് ലോബികൾക്ക് വേണ്ടി ഇങ്ങനെ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെ കൊള്ളയടിച്ചങ്ങോട്ട് കൊടുക്കേണ്ട സ്ഥാനത്ത് ജനങ്ങളുമായിട്ട് ഈ സർക്കാർ ചർച്ച നടത്തിയിട്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ അനുഭവങ്ങൾ എടുത്തതിന് ശേഷം മാത്രം കാര്യങ്ങൾ തീരുമാനിക്കണം. ജനപ്രതിഷേധം ഒരിക്കലും അവഗണിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മൾ മൗനികളായിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ വാഹനങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി വാങ്ങിയതാണ്. അതിന്റെ നികുതി പണം നമ്മൾ സർക്കാരിലേക്ക് കൊടുക്കുന്നുമുണ്ട്, റോഡ് ടാക്സ് അടക്കം എല്ലാം കൊടുക്കുന്നുമുണ്ട്. പിന്നെ അതിന് മറ്റ് ഇൻഷുറൻസ് ആയിട്ട് അതായിട്ട് ഇതായിട്ടൊക്കെ വേറെ നമ്മൾ സർക്കാരിലേക്ക് പണം അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആകെയുള്ള ഒരു ആശ്രയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. ആ സോഷ്യൽ മീഡിയയിൽ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുക. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ ജനപ്രതിനിധികൾ വിവരമറിയും എന്നൊരു സൂചന അവർക്ക് കൊടുക്കുക. നമുക്കറിയാലോ, ഈ അടുത്ത കാലത്ത് ഒരു കോക്രോച്ചിന്റെ ഒരു പട ഇറങ്ങിയത്, അതെവിടെയും എത്തില്ല എന്ന് നമുക്കറിയാം. പക്ഷെ കോക്രോച്ചിന്റെ ഒരു പട ഇറങ്ങിയപ്പോൾ ഏതാനും ദിവസത്തേക്കെങ്കിലും ഈ ഇന്ത്യയിൽ ഇത്രയധികം ചെറുപ്പക്കാർ ഈ ഭരണത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭരണത്തെ എതിർക്കുന്നുണ്ടെന്ന് പ്രതിഷേധം രേഖപ്പെടുത്താൻ സാധിച്ചു. അതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കൊരു പ്രതിഷേധം രേഖപ്പെടുത്താൻ സാധിച്ചാൽ നമ്മുടെ ഭരണാധികാരികൾ, അത് ആര് തന്നെയായാലും, അവരെ നമുക്ക് മര്യാദ പഠിപ്പിക്കാൻ പറ്റും. കാരണം അവർ ജനങ്ങളുടെ പ്രതിനിധികളാണ്, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കേണ്ടവരാണ്. പക്ഷെ ജനവിരുദ്ധ ഭരണമാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ E20 എന്ന് പറയുന്നത് തന്നെ ജനവിരുദ്ധമാണ്. അതായത് അത് നിർബന്ധിക്കുന്നതാണ് ജനവിരുദ്ധം. അത് ആവശ്യമുള്ളവരത് വാങ്ങിക്കോട്ടെ.
ജനങ്ങളോടുള്ള വഞ്ചന എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ നമ്മളെന്തിനാ മടി കാണിക്കേണ്ടത്? ഭൂട്ടാൻ സർക്കാർ കാണിച്ചെന്ന ഒരു പാതയുണ്ട്. നമ്മുടെ സർക്കാരിനെ ആ ഒരു വഴിയിലേക്ക് തിരിച്ചുവിടണം. ജനങ്ങളുടെ ദുരിതം അവഗണിക്കുന്ന ഒരു ഭരണമല്ല, മറിച്ച് ജനകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണമാണ് നമുക്ക് വേണ്ടത്. ഒരുമിച്ച് നിന്ന് നമ്മളൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പാർട്ടിക്കാരുടെയും വണ്ടി കേടുവരുന്നുണ്ട്. അത് BJP-കാരുടെ വണ്ടി കേടുവരൂലെന്നോ അല്ലെങ്കിൽ RSS-കാരുടെ വണ്ടി കേടുവരൂലെന്നോ സംഘപരിവാറുടെ വണ്ടി കേടുവരൂലെന്നൊന്നുമില്ല. എല്ലാ കോൺഗ്രസ്സുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും മറ്റുള്ളവരുടെയും വാഹനങ്ങൾ കേടുവരുന്നത് പോലെ അതും കേടുവരുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ജനകീയമായ വിഷയമാണ്. അതത് പാർട്ടിക്കാർ അവരുടെ സർക്കാരിനെ തിരുത്തട്ടെ, മറ്റുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്യട്ടെ. അത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. കാരണം നമ്മുടെ ജനാധിപത്യത്തെ രക്ഷിക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. Different angles. Don't forget to subscribe and support this channel.